ഹായ്. അപ്പൊ എല്ലാവർക്കും പുതിയ കൊല്ലത്തിന്റെ ആശംസകൾ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ 2025 കഴിഞ്ഞിട്ട് 2026 എല്ലാരും കടന്നുകൊണ്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് ക്രിസ്മസ് ഹോളിഡേ ഒരു 10 ദിവസമായി വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പൊ അവരും നമ്മളെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയിട്ടില്ല അങ്ങനത്തെ ഒരു പരാതി ഉണ്ടായി. എന്താ പറഞ്ഞെങ്കിൽ ധന്യൊക്കെ പണി തിരക്കുണ്ടായി, എനക്കും ലേശം പണി തിരക്കുണ്ടായി. അതിനെ കൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് ധന്യക്കും ലീവുണ്ട്, എനക്കും ലീവുണ്ട്. അമ്മേനെ എന്നാലും നമ്മള് ന്യൂ ഇയർ പറഞ്ഞിട്ട് വീട്ടിൽ കൂട്ടിട്ട് പോയിട്ടുണ്ടായി. ഇന്ന് ഇന്നത്തെ വിശേഷം നമ്മളുടേത് നമ്മള് ദുബാരെ ഫോറസ്റ്റിക്ക് പോയോണ്ടല്ലേ. കുട്ടികളും ഭാര്യയും നിനക്ക് ലീവില് കിട്ടലേ ഇല്ല. വരുമ്പോ അവർക്കും എവിടെയാങ്ക് പോകണു, എൻ്റെ പപ്പ കൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഒരാശ ഉണ്ടാവും. അങ്ങനെ ഭാര്യനെയും കൂട്ടിയിട്ട് മക്കളിനെയും കൂട്ടിയിട്ട് മോന് എവിടെയെല്ലാം പറയണ അവിടെല്ലാം കൂട്ടിയിട്ട് പോയിട്ട് വാ. എനിക്കാവുമ്പോ ഞാൻ പറഞ്ഞതിന് മോനെ ഇപ്പം എന്നെ കൊണ്ടാവുന്നില്ല. എവിടെ പോയാലും മക്കൾ വിളിച്ചാലും ഞാൻ വരുന്നില്ല എന്നേ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് കാണില്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വരും. അപ്പോ ഇന്ന് അമ്മ വരുന്നില്ല, നമ്മൾ മാത്രം പോയിക്കൊണ്ടുണ്ട്. നമുക്ക് ദുബാരെ ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് അതിനെല്ലാം കാണാം അല്ലേ. അപ്പൊ നമ്മളുടെ അടുത്ത കാഴ്ച ദുബാരെ ഫോറസ്റ്റ്. ദുബാരേക്ക് പോയിട്ട് വരാം. ഇതാ ഇപ്പൊ ദുബാര എത്താനായി. കാഴ്ചകൾ ഭയങ്കര മനോഹരമായിന്. 2 സൈഡ് അടക്ക അല്ലെ, സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ ദുബാര എലിഫന്റ് ക്യാമ്പൊക്കെ വന്ന് അപ്പം നമ്മളുടെ ബാഡിലൊക്കെ എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ വരാൻ ഒരു അരമണിക്കൂർ ഉണ്ടാകുമ്പോൾ സ്റ്റോപ്പായിന്. ഇനി 4 മണിക്ക് അത്ര ഓപ്പണ്. നമുക്ക് വന്നതിന് ഇവിടെ ചുറ്റുപാട് എന്തുണ്ട് അതിലെല്ലാം കയറി ഇറങ്ങിയിട്ട് എൻജോയ് ആക്കിയിട്ട് പോവാം. ഇതൊക്കെ കണ്ടമാന ബോട്ടിങ്സ്, എത്ര ബോട്ടുണ്ട് കണ്ട. ഈ ബോട്ടെല്ലാം ടിക്കറ്റ് ഒരാൾക്ക് 300 രൂപ. ഇങ്ങനെ വെള്ളത്തിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകും. നമ്മള് ചെറുങ്ങനെ വെള്ളവോട്ടം ഇല്ല സ്ഥലത്തിൽ ഇറങ്ങിന്. അദ്വൈക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ആക്കിയുണ്ട്. ഇവിടെ ചുറ്റുപാട് ആൾക്കാർ അത്ര തന്നെ കുറേ ആളുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട് അതൊക്കെ? ആ കുട്ടികളെല്ലാം ഭയങ്കര എൻജോയ് ആക്കിയോണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ അദ്വൈക്ക് കയറി നിന്നോണ്ടുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം വെള്ളത്തിലില്ല കളി. എന്താ പറഞ്ഞ എലിഫന്റ് ക്യാമ്പ് ഇപ്പൊ സ്റ്റോപ്പായിന്. അതിനെ കൊണ്ട് വെള്ളത്തിൽ കളി, നീരാട്ടം. എന്താ ഉണ്ട്? ഓ ഭയങ്കര അദ്വൈക്ക് ഭയങ്കര ആകർഷിച്ചോണ്ടുണ്ട്. എന്ത് ഡാൻസ് മകനെ അത്? അദ്വേ സൂപ്പറായിന്. എല്ലാം വെള്ളച്ചാടുണ്ട് പറഞ്ഞ് പേടിച്ച് ഓടിയോണ്ടുണ്ട്. ചാടേ സൂപ്പറായിന്. ആ മതി 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 മതി. വെള്ളം നല്ല സൂപ്പറായിന്. എല്ലാവർക്കും ഇവിടെ കളിക്കാനുള്ള അവകാശമുണ്ട്. അവ നമുക്ക് എത്ര എൻജോയ് ആക്കാം. അപ്പം നമ്മൾ ഇത് കട്ട് ഫ്രൂട്ട് തിന്നാൻ വന്നിന്. ധന്യ പേരക്ക എടുത്തിന്. പേരക്ക കട്ടാക്കിയിട്ട് മസാല ഇട്ടിട്ടുള്ളത് അല്ലേ. വിധവിധമായ മാങ്ങാനൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഒരു ബട്ടർ വെച്ചിന്, മസാല വെച്ചിന്, നമ്മൾക്ക് ഇല്ലതാക്കിക്കൊണ്ടുണ്ട്. ഇവിടെ മിക്സിങ് ഇതിനെടുത്ത് അതിട്ട് മിക്സ് ആക്കി പാക്ക് ആക്കിയിട്ട് തന്നു. ഇന്ന് അപ്പം നിച്ചക്ക് ബട്ടർ ആൻഡ് സോൾട്ട് ബേബി കോൺ 3-4 കൂടിയിട്ട് ദുബാരക്ക് വന്നിട്ട് ബാറ്റിംഗ് സ്റ്റാർട്ടാക്കിന്. നിന്നെ എന്താ എടുത്തിട്ടില്ലേ? മസാല കോർണ്, ഇവിടെ പേരക്ക, ഇവിടെ നോർമൽ സാധാരണ കോണ്. അപ്പോൾ നമ്മളുടെ ഒരു കുതിരയാത്ര ധന്യവും അദ്വൈക്കും ഇരിക്കേണ്ട അത്ര. നമുക്കപ്പോൾ ഇതിൽ പോവാം ഇതിലേ. ഓക്കെയാ? റെഡിയാ?
ഇതാ ധന്യ ഹോർസ് റൈഡ് ആക്കിയോണ്ടുണ്ട്. അപ്പൊ ഭയങ്കര ഹോർസ് റൈഡ് നടന്നുകൊണ്ടുണ്ട് ഇവിടെ. ഇതാ രണ്ടാള്. എങ്ങനെയുണ്ട് നിച്ചോ? ഇതാ ഇങ്ങോട്ടുനിന്ന് ധന്യ വന്നുകൊണ്ടുണ്ട്, അങ്ങോട്ടുനിന്ന് അദ്വിക്കിൻ്റെ അവർ വന്നുകൊണ്ട്. എങ്ങനെയുണ്ട്? ഹായ്. ഇതാ ഇവിടെ അദ്വിക്ക്. എങ്ങനെയുണ്ട് അദ്വിക്ക്? നിച്ച സൂപ്പറായിന്. കൈയുടെ ചോളത്തെ സക്കത്തായിന്. വാളകണപ്പ ഇത് മോട്ട് പത്തല. ഇത് ഇത് സകതായിനല്ലേ. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടിച്ചിട്ടുള്ളത് തന്നെ വെച്ചിന് ഇവിടെ. അദ്വിക്ക് നമ്മളുടെ VRFX നിന്ന് എന്തെല്ലാം കണ്ട അദ്വിക്ക? നിച്ചു ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇതിതാ ഈ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ വരല് ഇതാളോ ഭയ്യ. ആ വെരി ഗുഡ്, സൂപ്പർ ഷോട്ട്. അപ്പോൾ ഇപ്പോൾ മണിയേട്ട ക്രിക്കറ്റ് കളിച്ചുകൊണ്ടുണ്ട്. ഇതാ വെങ്കടേശ്വര സ്വാമിൻ്റെ ഒരു സ്റ്റാച്യു. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോയോണ്ട്? വാക്സ് മ്യൂസിയമിലേക്ക് പോയോണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് വാക്സ് മ്യൂസിയമിൽ എന്തുണ്ടെന്ന് കാണാം. വാക്സ് മ്യൂസിയമിൽ ഇത് ഫുള്ള് വാക്സിൻ്റെ പ്രതിമ. അത് കാണാൻ നല്ല റിയൽ ആയിട്ടുണ്ട്. ഇതാ ഇതൊരു മ്യൂസിയം. ഇത് കഥക്ക്, ഇത് ഭരതനാട്യം, ഇത് ശാസ്ത്രീയം, ഇത് ഒഡീസ, ഇത് കുച്ചിപ്പുടി. അവിടെ നിന്ന് ഫൈനൽ നമ്മളുടെ മോഹിനിയാട്ടം. ഇതെല്ലാം വാക്സിൻ്റെത്. എങ്ങനെയുണ്ട് മോഹിനിയാട്ടം? അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെതും ഉണ്ട്. നല്ല പാങ്ങുണ്ടല്ലേ. ഫൈനലി എല്ലാത്തിൻ്റെ കൈ ലുക്ക് കൊടുക്കൊണ്ടുള്ളത് മോഹിനിയാട്ടം. ഇത് മണിപ്പൂരിക്കാരൻ്റെ ഡ്രസ്സ്. ഏക്കാ ഭയ്യ റൂപ്പ്? ആ ഇത് കാശ്മീരി. ഇത് ലംബാണി. ഇത് ബാംഗ്ര ഡാൻസ്. ബാംഗ്ര ഡാൻസ്. ഇത് ഗിദ്ദ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഏതോ ഒരു സ്റ്റേറ്റിൻ്റെ. ഇത് ദാണ്ടിയ കോലാട്ടം. ഇത് ഫയർ ഡാൻസ്. അതവിടെ കാലിൻ്റെ ചുവട്ടിൽ നോക്കിയാ കാണാൻ ഒരു ചെറിയ ഫയർ ഉണ്ട്. ഇത് ഫയർ ഡാൻസ്. ഇത് ഏതോ ഒരു സ്റ്റേറ്റിൻ്റെ. ഇത് നമ്മളുടെ മീൻ പിടിക്കുന്നവരുടെ. ഇത് ബെല്ലി ഡാൻസ്. ഇതെല്ലാം നമ്മളുടെ വാക്സിലാക്കിയിട്ടുള്ളത്. ഇതന്നെ സാൽസ, സ്വിംഗ് ഡാൻസ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതും ഒരു ഡാൻസ്. അത്ര പേരിതാ ലിംബോ. ഇത് റഷ്യൻ ഡാൻസ്. ഇത് ലൈൻ ഡാൻസിങ്. ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ മുഖം മൊത്തം വാക്സിലാക്കിയിട്ടുള്ളത്.
ഇത് തല കുത്തനെ നിന്നിന്. ഇത് ഹിപ്പ് ഹോപ്പ് ഡാൻസ് അത്ര. ഇത് ഹവാലി. ഇത് പ്ലാമേക്കോ. നമുക്ക് പേര് കൂടി അറിയില്ല. ഇത് ഡാൻസിൻ്റെ സ്റ്റെപ്പ് പ്ലാമേക്കോ. ഇത് ബിഹു ഡാൻസ്. അതിൻ്റെ അടുത്ത് നമ്മളുടെ ഇന്ത്യൻ്റെ പ്രസിദ്ധ വ്യക്തി മഹാത്മാഗാന്ധിൻ്റെ ഒരു വാക്സ് ആക്കിയിട്ട് വെച്ചിന്. ദുബായിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന വൈകിയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം ഒരു 2:30 എല്ലാ കുട്ടികൾക്ക് ബസ്സുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി മറിഞ്ഞ് അവർ നമ്മളുടെ അനിയത്തിൻ്റെ KL ബ്രോ ഈ ചാനലിൽ നോക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ പൊന്നമ്മനെല്ലാം ചോദിച്ച് പൊന്നമ്മനെ നമ്മൾക്കിന്ന് കൂട്ടിയിട്ട് വരാനായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ചോറുണ്ണാൻ വന്നിന്. നിച്ച് കാപ്പ് ബിരിയാണി, അദ്വൈക്ക് കാപ്പ് ബിരിയാണി, ധന്യ പിന്നെ പൊറോട്ട പ്രേമി പൊറോട്ട പറഞ്ഞിന്. ഞാനൊരു സാധാരണ ചോറും പറഞ്ഞിന്. നമുക്ക് ചോറെല്ലാം ഉണ്ടിട്ട് ഇവിടുന്ന് പുറപ്പെടാം. ധന്യക്കില്ല പൊറോട്ടയും ചിക്കൻ മസാലയും വന്നിന്. അമ്പുണ്ട് അടി അടിച്ചുകൊണ്ടുണ്ട്. കുട്ടികൾക്കില്ല ബിരിയാണി എത്തി. ഉമ്മ നിങ്ങൾ ചോറുണ്ടോ ഉമ്മ? ബിരിയാണി നല്ല സൂപ്പർ കളർഫുള്ളായിട്ടുള്ള നാച്ചുറൽ ബിരിയാണി. നമ്മൾക്ക് കബാബ് വന്നത് പ്ലേറ്റ് എത്ര സ്പീഡിൽ കാലിയായി അറിയില്ല. എല്ലാ കബാബ് പ്രേമികളെ അല്ലേ കബാബ് തുമ്പത്തായി. അപ്പോൾ നമ്മളുടെ ചോറുണ്ടിട്ടായി. മീൻ ഫ്രൈ എല്ലാം അടിപൊളിയായിന്. മീൻ കറിയോ. അപ്പോൾ നമുക്ക് ചോറുണ്ടിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ദുബായിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഹോട്ടലിനെ തപ്പിക്കൊണ്ട് വന്ന് ഏത് ഹോട്ടലും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നോക്കുമ്പോൾ ഇതൊരു ഹോട്ടൽ കണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് ഗ്രീൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഴിച്ച ഫുഡും അത്രയാണ് സൂപ്പറായിന്, നാടൻ ഫുഡ്. അപ്പോൾ ഈ വഴിയിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോയെങ്കിൽ ദുബായിലേക്ക് വന്നവർ നേരെ ഇങ്ങോട്ട് വന്നെങ്കിൽ നല്ല ഒരു ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇതന്നെ ഹോട്ടൽ ഗ്രീൻ ഹോട്ടൽ. ചോറെല്ലാം ഉണ്ടിട്ട് ഇത് വരുന്ന വഴി, ഇത് നമ്മുടെ വീട്ടിൽ പോകുന്ന ഇതേ വഴി തന്നെ. ഇത് ചിക്കിളി വല എന്ന് പറയുന്ന അങ്ങനത്തെ സ്ഥലം, ഒരു ഡാം. അതെങ്കിൽ ഇപ്പോൾ വെള്ളമെല്ലാം കുറഞ്ഞിട്ട് അത്ര വലിയ രസമൊന്നുമില്ല കാണാൻ. അതെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നല്ല രസം ഉണ്ടാവും. നമുക്ക് പോയിട്ട് ഇങ്ങനെ വെറുതെ ഒരു റൗണ്ട് ഇങ്ങനെ കാണാം. ഇതന്നെ ചിക്കിളി വല, ഫുള്ള് വെള്ളം. ഇത് നമ്മളുടെ ചിക്കിളി വല. ഇത് അതിൻ്റെ അപ്പുറത്തെ തൊട്ട ആപ്പോസിറ്റ് കാഴ്ച. ഒന്ന് കാണാനില്ല പറഞ്ഞിട്ടൊരു ചെറിയൊരു പില്ലറിൻ്റെ മുകളിൽ കയറി നിന്നിന്. ഇപ്പം എങ്ങനെയുണ്ട് മകനെ കാഴ്ച? സൂപ്പറായിട്ട് കണ്ടോണ്ടാ. തന്നെ ചിക്കിളി വലൻ്റെ സെൻട്രൽ പ്ലേസ്. നല്ല കടലുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ചിക്കിളി വല. കാണാൻ ഭയങ്കരമായിട്ടുണ്ട്. അതിന് ഇനി വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നല്ല രസം ഉണ്ടാവും. നല്ല പണിയിട്ടാ. പക്ഷെ മഴക്കാലത്ത് വന്നിട്ട് ഇനി നല്ല പാങ്ങുണ്ട്, വെള്ളം വന്നിട്ട്. അതെ അതെ, അവിടെ നല്ല വെള്ളം ചാട്ടം. അവിടെ കാണുന്ന സ്ഥലം ഉണ്ടല്ലേ, അത് അവിടേക്ക് നമ്മൾ പോവാ. അവിടെ റൗണ്ടായിട്ട് വെള്ളം വരും. അപ്പോൾ കാണാൻ നല്ല പാങ്ങുണ്ടാവും. പിന്നെ ഇപ്പോൾ മഴ കുറഞ്ഞ കൊണ്ട് അത്ര വെള്ളമില്ല. വെള്ളമില്ല പറഞ്ഞാൽ തീരെ ഇല്ലാന്നല്ല. ഇപ്പോൾ ഇവിടെ ഈ എന്ത് കാണ്ട് ഈ കല്ലുകൾ ഇവിടെ വരെ ഉണ്ടാവാണ്ടായി മഴ ഉണ്ടായിട്ടുണ്ടായ മഴക്കാലത്ത്. അതൊക്കെ നമുക്ക് വന്നതിന് ഇത് ഇത്ര കണ്ടിട്ട്. ഇതന്നെ മെയിൻ ചിക്കിളി വല. ഇവിടെ വെള്ളം നിറഞ്ഞെങ്കിൽ ആ ചുറ്റുപാട് ഇപ്പോൾ ഈ സൈഡിൽ എന്ത് വെള്ളം വന്നതുകൊണ്ട് അത് ഫുൾ റൗണ്ടായിട്ട് വരും. അത് കാണാൻ മാത്രം ഭയങ്കര പാങ്ങുണ്ടാവും. അതങ്ങനെ വെള്ളം പോയിട്ട് ഇതാ ഇത് കൂടെ തന്നെ പോകണം. എന്താ രസമല്ലേ. ഇതാ ഇങ്ങനെ പോകുന്ന വെള്ളം മൊത്തത്തിൽ മഴ ഉള്ള സമയത്ത് മൊത്തത്തിൽ റൗണ്ടായിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് മാത്രം വന്നുകൊണ്ടുണ്ട്. എടുത്തുകൊണ്ടില്ലത് ഇവിടെ എന്തിപ്പോൾ വെള്ളം പോയിക്കൊണ്ടുണ്ട്. ഫുള്ള് വെള്ളമില്ല സമയത്ത് ഇതിൻ്റെ റൗണ്ട് വെള്ളം വരും. അപ്പോൾ ഇത് കാണാനുള്ള സ്റ്റൈൽ തന്നെ വേറെ. അപ്പോൾ ഇതന്നെ ചിക്കിളി വലേൻ്റെ കാഴ്ച അല്ലേ. ഇപ്പം നിച്ചിങ്ങനെ ഓടുണ്ടല്ലേ, ഇതന്നെ ഇതിൻ്റെ വ്യൂ പോയിന്റ്. ഇപ്പം അതും അടിച്ചിട്ടിന് നമുക്ക് പുറത്തുനിന്ന് നോക്കണോ. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വെള്ളം കയറുന്ന സമയത്ത് വന്നിട്ടൊന്ന് കാണാം അല്ലേ.
ഇതൊന്ന് ക്ലീൻ അബ്സർവ് ആക്കിക്കൊള്ളി. ധന്യ ഇപ്പോൾ കൊടവത്തി ആയിന്. ഇതാ കൂറിക്ക് ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് കൊടവ ഡ്രസ്സ്? അങ്ങോട്ട് എന്തെങ്കിലും ഫീൽ ആവണ്ട? ഒന്നുമില്ലല്ലേ. ഇതാ ഇപ്പുറത്ത് വന്ന വീഡിയോയിൽ കാണുമ്പോൾ സകതായിട്ടുണ്ടാവും. കൂറിക്ക് ഡ്രസ്സ്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്ന് അങ്ങനെ നമ്മൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് മെയിൻ പോയത്. നോക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കുതിരനെ കണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ആനനെല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് ബൈ.